Meet the editors. അമേരിക്കയെ അപമാനിച്ചു എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ വളരെ ദയനീയമായ കാഴ്ചയായിരുന്നു അല്ലേ അമൃത്സറിലേത്. 104 യാത്രക്കാർ, അവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട്. അവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ചില്ലെങ്കിലും ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരുണ്ട്. C-17 എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ ഇതാദ്യമായി ഇന്ത്യയിലേക്ക് ഈ നാടുകടത്തപ്പെട്ടവരെ ശരിക്കും പറഞ്ഞാൽ നട തള്ളുന്നത് പോലെ തന്നെ കയ്യാമം വെച്ചും ചങ്ങലക്കിട്ടും കൊണ്ടുവരുന്ന കാഴ്ച. ശുചിമുറികളിൽ പോലും ഉപയോഗിക്കാൻ ആവശ്യമായ സൗകര്യം നൽകിയില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ചില പ്രതികരണങ്ങളൊക്കെ കേട്ടാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും. ഇതൊരു രാജ്യത്തെ അപമാനിക്കലല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും അമേരിക്ക ഇന്ത്യയോട് കാണിച്ച അനീതിയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അമേരിക്കയെ സംബന്ധിച്ച് ഈ വന്ന മനുഷ്യരെന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, അല്ലെ, അനധികൃത കുടിയേറ്റക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ പൗരന്മാരാണ്. അപ്പോൾ ആ പൗരന്മാരോട് ഈ അമേരിക്ക കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം അനീതിയാണെന്ന കാര്യത്തിലുള്ള സംശയമില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 40 മണിക്കൂറാണ് ഈ യാത്ര എന്ന് പറയുന്നത്. 40 മണിക്കൂറിനകത്ത് ഒരു ടോയ്ലറ്റ് ബ്രേക്കാണുള്ളത്, ഒറ്റ ടോയ്ലറ്റ് ബ്രേക്ക്. ആ ടോയ്ലറ്റ് ബ്രേക്കിൽ തന്നെ എങ്ങനെയാണ് അവരെ കൊണ്ടുപോയത്? ഈ വന്ന ആളുകൾ അവരുടെ അനുഭവം വിശദീകരിക്കുമ്പോൾ അവരെ ഇപ്പം നമുക്ക് അറിയുന്നത് പോലെ ഹാൻഡ് കഫ്സ് ഉപയോഗിച്ചിരുന്നു, അല്ലേ, 2 കൈയിലും വിലങ്ങിട്ടിരുന്നു, കാലിൽ ചങ്ങലയിട്ടിരുന്നു. എന്നിട്ട് അവരെ ഈ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയത് വലിച്ചിഴച്ചുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ പോകാൻ കഴിയില്ലല്ലോ. ഈ കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുള്ള മനുഷ്യർക്ക് പിന്നെ എങ്ങനെയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയുക? 40 മണിക്കൂർ അവരെ അങ്ങനെ ഇരുത്തിയെന്നാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, 1 ഇഞ്ച് പോലും അനങ്ങാൻ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 1999 കാൻഡഹാറിലേക്ക് ഒരു പ്ലെയിൻ ഹൈജാക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ. ആ കാൻഡഹാറിലേക്കുള്ള പ്ലെയിൻ ഹൈജാക്കിൽ പെട്ടിട്ട് തിരിച്ചു വന്ന മനുഷ്യർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഈ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിനിലുള്ള മനുഷ്യരെ മുഴുവൻ തലകുനിച്ചിങ്ങനെ ഇരിക്കാനാണ് പറയുക. തലകുനിച്ച് കൈയും ചുരുട്ടി ഇരുന്നു കൊള്ളണം. ആരെങ്കിലും തല ഉയർത്തിയാൽ പിന്നിൽ നിന്ന് വലിയ മർദ്ദനമാണ് ഉണ്ടാവുക. ആ രീതിയിലല്ലേ ഇങ്ങോട്ടേക്ക് ഈ ആളുകളെ കൊണ്ടുവന്നതെന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം വെച്ചാൽ, സാധാരണഗതിയിൽ അമേരിക്ക ഒരിക്കൽ പോലും അവർ ഡിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മിലിറ്ററി വിമാനങ്ങളിൽ കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ്. അതൊരു സിവിലിയൻ പ്രൊസീജിയറാണ്. ഈ പാസഞ്ചർ ഫ്ലൈറ്റിൽ തന്നെയാണ് കൊണ്ടുപോകുക. ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് ട്രംപ് അത് ചെയ്യുന്നത്? 2ാം വരവിൽ ട്രംപ് വളരെ അഗ്രസീവാണെന്ന് കാണിക്കാനുള്ള ശ്രമം തുടക്കം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ ഒരു പോളിസിയാണ്. അതിപ്പോൾ ചൈനയ്ക്കെതിരായിട്ട്, കാനഡയ്ക്കെതിരായിട്ട്, മെക്സിക്കോയ്ക്കെതിരായിട്ട് ഒക്കെ തന്നെയും വലിയ ടാരിഫുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ പ്രൈഡ് ഉയർത്താൻ വേണ്ടി ട്രംപ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്, സമ്മതിച്ചു. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണെന്നാണല്ലോ ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും 2019 ഹൂസ്റ്റണിലും അതിനുശേഷം ഗുജറാത്തിലും ഒരേ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ട്രംപ് എന്ന് നരേന്ദ്രമോദി പറയുന്നു. നരേന്ദ്രമോദി ഏറ്റവും ലോയലായ ഫ്രണ്ടാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അങ്ങനെ വളരെ അടുത്ത വ്യക്തിപരമായ സൗഹൃദം നിലനിൽക്കുന്ന സമയത്താണ് ഈ രീതിയിലൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ജയശങ്കർ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, 2009 മുതൽ, ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല, 2009 മുതൽ ഈ ആളുകളെ ഇങ്ങനെ മാറ്റുന്നുണ്ട്, ഡിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കണക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ 2009 ഒരു പ്രസക്തി എന്താ? 2009 ഇന്ത്യ ഭരിക്കുന്നത് UPA ഗവൺമെൻറ്റാണ്. അതായത് കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു നടാടെ സംഭവിച്ച കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു വിമാനം, യുദ്ധവിമാനം, ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് വരുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ലല്ലോ. അമേരിക്ക ഇന്ത്യയിലേക്ക് ഒരു യുദ്ധവിമാനം അയക്കേണ്ട ഒരു സാഹചര്യവും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയാം? അതിനകത്തൊരു മോശപ്പെട്ട സന്ദേശമുണ്ട്. ഒരു മിലിറ്ററി ഫ്ലൈറ്റ് വരിക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ധാർഷ്ട്യമുണ്ട്, അത് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. പിന്നെ മിലിറ്ററി ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അതുകൂടി ജയശങ്കർ ഇന്ന് രാജ്യസഭയിൽ പറയുന്നുണ്ട്. ഈ മിലിറ്ററി ഫ്ലൈറ്റിനകത്ത് റെസ്ട്രെയിൻസ് ഉണ്ടെന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ പാസഞ്ചർ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം അയാളൊരു പാസഞ്ചറാണ്. ഈവൻ ദോ ഹീസ് എൻ ഇല്ലീഗൽ മൈഗ്രൻറ്റ്, ഹീസ് എ പാസഞ്ചർ ഓർ ഷീസ് എ പാസഞ്ചർ. ഇവിടെ ഒരു മിലിറ്ററി ഫ്ലൈറ്റിനകത്തുണ്ടല്ലോ ഒരു ക്യാപ്റ്റീവാ. നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്, ഒരാളെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഹാൻഡ് കഫ്സ് വരും, ചങ്ങല വരും, ഈ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങേയറ്റം അനീതിപൂർണ്ണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മറ്റൊരു ആസ്പെക്റ്റുണ്ട്. നമ്മളിപ്പോൾ ആദ്യം തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യം, ഒരു തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രേഷനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു രാജ്യമെന്ന നിലയ്ക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ലോ ഉണ്ടെന്നേ. ഇൻ്റർനാഷണൽ ലോയിൽ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് അതിൻ്റെ പൗരന്മാരെ കടന്നു കയറാൻ അനുവദിച്ചുകൂടാ. 2 ഭാഗത്തും തുല്യ ഉത്തരവാദിത്വമുള്ളൊരു പ്രോസസ്സാണ്. അക്കാര്യത്തിനകത്ത് കൂടുതൽ ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള മൈഗ്രൻസ് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആസ് എ നേഷൻ ഇന്ത്യക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമിഗ്രൻസ് വരുന്ന പ്രശ്നമുണ്ടല്ലോ, അത് വലിയ ഒരു പ്രശ്നമായിട്ട് ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. അഭയാർത്ഥികളും അനധികൃത കുടിയേറ്റക്കാരും രണ്ടും രണ്ടാണ്. ഇപ്പോൾ റോഹിംഗ്യൻ ആളുകളെ നമ്മൾ അഭയാർത്ഥികളായിട്ട് എടുക്കുന്നുണ്ട്, ടിബറ്റിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ അഭയാർത്ഥികളായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിലേക്ക് അവരുടെ പൗരന്മാരെ കടന്നു കയറാനോ ഇല്ലീഗലായി മൈഗ്രേഷൻ
മൈഗ്രേഷൻ നടത്താനോ അനുവദിക്കാൻ പാടില്ല. പക്ഷേ ഈ അമേരിക്കൻ മൈഗ്രേഷൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നറിയോ ആളുകൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മെക്സിക്കോ വഴി, അതേപോലെ തന്നെ കാനഡ വഴിയൊക്കെ വലിയ ഫ്രീസിങ് കോൾഡിലൊക്കെ ആളുകൾ ഈ പറയുന്ന മൈഗ്രേഷൻ്റെ സമയത്ത് മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ട് ആളുകൾ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലേ നമ്മുടെ രാജ്യം പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കൂടി നമ്മൾ അതിനെ കാണണ്ടേ. ഞാൻ അതിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് പറഞ്ഞത്. ഈ ഇല്ലീഗൽ മൈഗ്രേഷൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും എന്തുകൊണ്ട് ആളുകൾ ഇത്രയും ധാരാളമായി, ഏറ്റവും അവസാനത്തെ കണക്കെന്താണെന്നറിയോ, കഴിഞ്ഞ വർഷത്തെ US കണക്കനുസരിച്ച് 7,25,000 ഇന്ത്യൻ മൈഗ്രൻസ് ആണെന്ന് അവിടെ ഉള്ളത്. 7,25,000 അൺഡോക്യുമെൻറ്റഡ് ഇന്ത്യൻ മൈഗ്രൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് എന്തുകൊണ്ട് കുടിയേറുന്നു? 2-3 കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ 2 കോടിയാണ് ഒരു വർഷം രാജ്യത്ത് തൊഴിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് അല്ലേ? ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഒരു വർഷം 2 കോടി തൊഴിൽ കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 10 കോടി ആളുകൾക്ക് തൊഴിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞു. 10 വർഷം ആകുമ്പോൾ 20 കോടി ആളുകൾക്ക് തൊഴിൽ കിട്ടേണ്ട സമയം കഴിഞ്ഞു. തൊഴിലില്ലായ്മയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വിഷയം. BJPക്ക് തിരിച്ചടിയായത് ഈ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാകുമ്പോഴത്തേക്കുണ്ടല്ലോ ആളുകൾ ഇത്തരത്തിലുള്ള മൈഗ്രേഷൻസ് നടത്തുന്ന ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു മൈഗ്രൻ്റ് പറഞ്ഞ എന്താ അറിയോ, ഞാൻ കൃഷിപ്പണി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, കൃഷി മൊത്തം നശിച്ചു, ഞാൻ എൻ്റെ ഭാര്യയോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും കടന്ന് അമേരിക്കയിലെത്തിയിട്ട് വളരെ ഫ്ലറിഷിംഗ് ആയ ഒരു ജീവിതം ഉണ്ടാക്കി തിരിച്ചു വരും എന്നുള്ള ഭാര്യയോട് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന അതിർത്തിയൊക്കെ നുഴഞ്ഞു കയറി അപ്പുറത്തേക്ക് ചെന്നെത്തിയെന്നുള്ളത്. ഇതൊരു പ്ലൈറ്റാണ്, നമ്മുടെ ജനതയുടെ ഒരു വിഭാഗത്തിൻ്റെ വിധിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ ഇഷ്യൂ കൂടി ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ വളരെ അഗ്രസീവായിട്ട് ഈ കാര്യത്തിനകത്ത് നിലപാടെടുക്കുന്നത് ട്രംപ് ആദ്യം മുതൽ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കാനായിട്ട് ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഒന്ന് ഈ മൈഗ്രൻസിൻ്റെ പ്രശ്നമാണ്. ആ മൈഗ്രൻസിൻ്റെ പ്രശ്നം തന്നെ ആദ്യം അദ്ദേഹം പറഞ്ഞത് മെക്സിക്കോയിൽ നിന്നുള്ള കടന്നുകയറ്റം നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. അതിനകത്ത് അമേരിക്ക മെക്സിക്കൻ അതിർത്തിയിൽ ഒരു വലിയ മതിൽ പണിയുമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദാനത്തോടുകൂടിയാണ് ട്രംപ് 2014 ഇലക്ഷനിൽ മത്സരിക്കുകയും 2017 അധികാരിയായിട്ട് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അമേരിക്ക വലിയ ഡിസ്ട്രസിൽ നിൽക്കുന്ന സമയത്ത് അമേരിക്കൻ ജനതയോട് പറയുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻസ് ആണ് വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ യഥാർത്ഥമുള്ള എക്കണോമിയുടെ തകർച്ച, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ഇൻസെക്യൂരിറ്റി, ഇൻസർജൻസി ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു തെറ്റായ വികാരം സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഈ പറയുന്ന ട്രംപ് 2017 അധികാരത്തിൽ വരുന്നത്. അത് ഉപയോഗിച്ചത് ഈ ഇമിഗ്രേഷൻ എന്നൊരു പ്രോബ്ലമാണ്. അത് നന്നായി നടപ്പാക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ബൈഡൻ വരുന്നത്. ആ ബൈഡൻ്റെ കാലത്തും ഉണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള ഡീപ്പോർട്ടിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ശശി തരൂർ പറഞ്ഞൊരു കണക്കുണ്ട്, 1100 പേരെ 1358 പേരെ കഴിഞ്ഞ വർഷം ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നേ. അതിന് ജയശങ്കറും രാജ്യസഭയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് 1,60,60,000 പേരെയാണ് 140 രാജ്യങ്ങളിലേക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രംപ് ഡീപ്പോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തൊരു കാര്യം നോക്കിയല്ലോ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭയങ്കര രസകരമായൊരു കാര്യം വെച്ചാൽ ട്രംപ് ഇലക്ഷനിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. അത് വ്യാജമായ ഒരു കാര്യമാണ്. ഇത് ചൈന മനഃപൂർവ്വമായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രചാരണമാണ്. ചൈന സ്പോൺസർ ചെയ്യുന്ന ചില എൻവയോൺമെൻറ്റിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും കപടമായി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പൊല്യൂഷൻ പ്രശ്നമാക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ ഓസോൺ ലെയറിലെ പാളി ഉണ്ടാകുന്നുള്ള പ്രശ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല, ഈ ഗ്രീൻ ഗ്യാസ് എമിഷൻ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് പോകണം, അങ്ങനെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചൈനയെ എപ്പോഴും ഒരു ശത്രുവായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ട്രംപിൻ്റെ ഒരു രീതിയാണ്. ഇപ്രാവശ്യം നോക്കിയേ 40% ടാരിഫ് വർദ്ധിച്ചിരിക്കുന്നത്. അല്ല, ഇമ്മീഡിയറ്റ് ടാരിഫ് വർധനയാണ്. അതിനകത്ത് ഏതായാലും നമ്മൾ പെട്ടിട്ടില്ല കേട്ടോ, ഇന്ത്യ പെട്ടിട്ടില്ല. കാനഡയും മെക്സിക്കോയും ചൈനയൊക്കെയാണ് ടാരിഫ് വർദ്ധിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ 25% വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങളിനകത്ത് 40% ചൈനയ്ക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്ന ടാരിഫ് നികുതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ബജറ്റിന് ശേഷം ചില ഇക്കണോമിസ്റ്റുകൾ പറഞ്ഞത് ഈ ടാരിഫ് വർധനയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ ഇമ്പോർട്ടിൻ്റെ പലതും ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടെന്നാണ്. ടാക്സേഷൻ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ മോട്ടോർ സൈക്കിൾസ് അടക്കമുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ ഇമ്പോർട്ട് പ്രൈസ് കുറച്ചിട്ടുണ്ട്, ടാക്സ് കുറച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്നൊരു ഭീഷണിയായിട്ട് ട്രംപ് മാറുന്നുണ്ട്. ആ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ ഉണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെ വിഷയം നമ്മളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ ഡീപ്പോർട്ടേഷനാണ്. ആ ഡീപ്പോർട്ടേഷനകത്ത് ഇന്ന് ജയശങ്കർ വലിയ പരാജയമായിരുന്നു കേട്ടോ. കാരണം നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കൊളംബിയൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കൊളംബിയൻ പ്രസിഡന്റ് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരുടെ എയർഫോഴ്സിൻ്റെ 2 ഫ്ലൈറ്റ് വിട്ടിട്ടാണ് അവർ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ രാജ്യത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? 5ാമത്തെ എക്കണോമിയാണ് ഓൾറെഡി നമ്മൾ. ഇനിയിപ്പോൾ ഉടനെ നമ്മൾ അങ്ങോട്ടെത്താൻ പോകുന്നതെന്നറിയാമോ? 3ാമത്തെ എക്കണോമിയാണ്. അതായത് ആഫ്റ്റർ അമേരിക്ക, ചൈന, ഇന്ത്യ ആയിരിക്കും 3ാമത്തെ ലോകത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയുടെ മുമ്പിൽ ഈ മുട്ടുമുടക്കിയത് എന്നുള്ളതാണ്. ജയശങ്കർ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അഡ്വാൻസ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, അവർ ഇത്രയും ആളുകളെ ഇങ്ങോട്ടേക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്നു,
എന്നത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നു എന്നുള്ളത് ജയശങ്കർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല അടുത്ത ആഴ്ച ഇപ്പം പിന്നെ വൈറ്റ് ഹൗസ് പറയുന്ന അടുത്ത ആഴ്ച തന്നെ ഈ പറയുന്ന വാഷിംഗ്ടണിലേക്ക് നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉണ്ടാകും എന്നാണ്. അങ്ങനെ ഒരു സമയത്താണ് ഈ ഡീപ്പോർട്ടേഷൻ നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു ലോയൽ ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയോട്ട്. ഈ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥമുണ്ട്, വിധേയത്വം എന്നൊരു അർത്ഥവും കൂടിയാണ്. അപ്പം നമ്മൾ വളരെ വിനീത വിധേയരായ അമേരിക്കൻ ദാസന്മാരാണോ അല്ലയോ എന്ന് ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കേണ്ട ഒരു സന്ദർഭമാണ്. അടുത്ത ആഴ്ച ഈ പറയുന്ന നരേന്ദ്രമോദി അവിടെ പോകുമ്പോൾ രാജ്യത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നു. അങ്ങേയറ്റം എന്താണ് മോശമായ രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അവർക്കുണ്ടായിട്ടുള്ള ട്രോമ വേറെയാണ് കേട്ടോ. അവരെയൊക്കെ കൗൺസിലിംഗിൽ വിടണം എന്നുള്ള ആവശ്യം കൂടി വന്നിട്ടുണ്ട്. അത്രയും വലിയ ട്രോമാറ്റിക് ആയിരുന്നു. കാരണം വെച്ചാൽ ഒരു ചെറിയ പ്രശ്നം എന്താ അറിയോ, ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഇവരെ പിടിക്കുന്നു, അവരവിടെ ശിക്ഷിക്കുന്നില്ല. പിന്നെ ശിക്ഷ നടപ്പാക്കുന്നതിനകത്താണ് ഈ പറയുന്ന ഫ്ലൈറ്റിനകത്ത് നിന്നാണ്. ഈ ഫ്ലൈറ്റിനകത്ത് 40 മണിക്കൂർ ശിക്ഷിച്ച് ഇവിടെ കൊണ്ടൊന്ന് ഇറക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കൽ തന്നെയും നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന 104 പേര് നിങ്ങളുടെ രാജ്യത്തേക്ക് അനധികൃതമായി കടന്നു കയറിയവരാണെങ്കിൽ അവർ മറ്റൊരു രാജ്യത്തെ പൗരന്മാരാണ്, പൗരാവകാശങ്ങൾ ഉള്ള ആളുകളാണ്. അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നതിന് പകരം അങ്ങേയറ്റം മനുഷ്യത്വഹീനമായൊരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ അപമാനിച്ചു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നരേന്ദ്രമോദി പോയിട്ട് എങ്ങനെയാണ് ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുന്നത്, ആ ഡിപ്ലോമാറ്റിക് റിലേഷൻ എങ്ങനെയാണ് ശരിയാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വിനീത ദാസന്മാരായ അമേരിക്കയുടെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് ഡൊണാൾഡ് ട്രംപ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ് വീണ്ടും അഭിമാനം കൊള്ളണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സർക്കാരാണ് ആലോചിക്കേണ്ടത്. അങ്ങേയറ്റം നീതികളാണ് കാണിച്ചത് ഇക്കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അമൃത്സറിലേക്ക് ഒരു മിലിറ്ററി വിമാനത്തിൽ ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയ അമേരിക്കയുടെ നടപടി ഇന്ത്യയെ അപമാനിക്കലായിരുന്നു എന്നാണ് ചോദ്യം. സ്മൃതി, തീർച്ചയായും അപമാനിക്കലാണ്. എവിടെ പോയി മോദിയുടെ രാജ്യസ്നേഹം, എവിടെ പോയി മോദിയുടെ രാജ്യാഭിമാനം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പ്രധാനമന്ത്രി അഭിമാനമുള്ള ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ ഇന്ന് പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തണമായിരുന്നു. ഇന്നും തുടർച്ചയായി പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതിൽ കേട്ട് പഴകിച്ച കുടുംബവാഴ്ച എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന പ്രതികരണമാണ് ഇന്ന് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയത്. യഥാർത്ഥത്തിൽ ഇന്ന് വിദേശകാര്യമന്ത്രിയേക്കാൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ് രാജ്യം കാത്തിരുന്നത്. ഇപ്പോൾ രാജ്യത്തിന് ഒരു ചേരിചേരാ നയമുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ തന്നെ എങ്ങനെയാണ് ഇന്ത്യയെ നേരത്തെ നോക്കിക്കണ്ടിരുന്നത്, ഇപ്പോൾ ഇന്ത്യയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ കുടിയേറ്റക്കാരെ പുറത്താക്കും എന്നുള്ളത് ട്രംപിൻ്റെ ഒരു നയമാണ്. ട്രംപ് അത് പറഞ്ഞിട്ടാണ് വോട്ട് തേടിയത് തന്നെ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞിരുന്നതാണ്. 18,000-ഓളം ഇന്ത്യക്കാർ ഇല്ലീഗൽ ഇമിഗ്രൻസ് അവിടെയുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അവരെ സ്വാഭാവികമായും തിരിച്ചയക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്ങനെ തിരിച്ചയക്കും എന്നുള്ളതിലാണ് നമ്മൾ അഭിമാനം കാത്തില്ല എന്ന് പറയുന്നത്. നോക്കൂ, ഈ വിലങ്ങെട്ട് ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൻ്റെ വീഡിയോ അമേരിക്കയുടെ അതിർത്തി രക്ഷാസേനയായ ബോർഡർ പെട്രോൾ സേനയുടെ മേധാവി തൻ്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതിൽ ഇന്ത്യക്കാരെ ഇങ്ങനെ ചങ്ങലയിട്ട് കയ്യിൽ വിലങ്ങിട്ട് അയക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇല്ലീഗൽ ഏലിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായി എമിഗ്രൻസിനെ, യഥാർത്ഥത്തിൽ ഇങ്ങനെ കുടിയേറ്റക്കാരെ അപമാനിച്ചുകൊണ്ട് സ്ഥിരമായി ട്രംപ് പറയുന്ന വാചകമാണ്. അത് തന്നെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. മൈക്കിൾ ബാങ്ക്സ് എന്നാണ് ഉദ്യോഗസ്ഥൻ്റെ പേര്. ഈ മൈക്കിൾ ബാങ്ക്സ് നേരത്തെ അദ്ദേഹം ബൈഡൻ്റെ കാലത്ത് പുറത്താക്കപ്പെട്ട അവിടെ നിന്ന് സ്ഥാനം മാറിപ്പോയ ആളാണ്. ഇപ്പോൾ വീണ്ടും ട്രംപ് അയാളെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ രീതി ഇതാണ്, മറ്റ് രാഷ്ട്രങ്ങൾക്ക് മേൽ അധികാരം കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പശ്ചിമേഷ്യയിൽ ഗാസയുടെ കാര്യത്തിൽ പറയുന്നത്, ഗാസ അമേരിക്ക പിടിച്ചെടുക്കുമെന്നും അവിടുന്ന് പലസ്തീൻകാർ പോകണമെന്നും ഒരു അമേരിക്കക്കാരൻ എങ്ങനെ പറയും? ഒരു അമേരിക്ക എങ്ങനെയാണ് അതിൽ തീരുമാനമെടുക്കുക? ഗാസയിൽ നിന്ന് പലസ്തീൻകാർ പോകണമെന്നും ഗാസ അമേരിക്ക പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഹങ്കാരത്തിലേക്ക് അമേരിക്ക എത്തുമ്പോൾ അതിനോട് ഓച്ഛാനിച്ച് നിൽക്കുകയാണോ ഇന്ത്യ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും ആ വിഷയത്തിൽ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷികൾ പോലും ഗാസ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ നിശബ്ദമായി നിൽക്കുകയാണ് ചെയ്തത്. ഈ നിശബ്ദത കൊണ്ട് ഇന്ത്യക്ക് പ്രത്യേകിച്ച് വല്ല നേട്ടങ്ങളുണ്ടോ? ട്രംപ് മൈ ഫ്രണ്ട് എന്ന് പറയുകയും ട്രംപിന് വേണ്ടി അപ് കി ബാത് ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് അവിടെ പോയി പ്രചാരണം നടത്തുകയും ചെയ്ത ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ ആദ്യമായി കണ്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു കാലത്തും, ഇന്ത്യക്ക് ചേരിചേരാൻ നയമുണ്ടെന്ന് ഒരു കാലത്തും മറ്റു രാജ്യത്ത് പോയി അവിടുത്തെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിക്കാറില്ല. അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പോൾ അമേരിക്കയുടെ സ്വന്തം സുഹൃത്തായി ഇന്ത്യയെ കാണുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഒരുപക്ഷെ മോദിക്കുണ്ടായിട്ടുണ്ടാവുക. ആ തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ടാണ് ഈ തരത്തിൽ പറഞ്ഞയച്ചത്. ഇന്ത്യക്കാർ അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്?
അവിടേക്ക് പോകുന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഈ 18,000-ഓളം ആളുകൾ അവിടേക്ക് രേഖകളില്ലാതെ പോകുന്നു? ഇവിടെ തൊഴിലില്ല. നേരത്തെ ഉണ്ണിപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ കൃഷിക്കാരന് കൃഷി നശിച്ച് അവിടെ പോയി ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? രാജ്യത്ത് ഇത്രയും പേർ പോകുന്നത് ഇവിടെ വേണ്ട തൊഴിലില്ലാത്തതുകൊണ്ടാണ്. അവിടെയും നമ്മുടെ കേന്ദ്ര സർക്കാരാണ് കുറ്റവാളിയാകുന്നത്. ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ പറയും, രാജ്യസഭയിൽ പറയുമ്പോൾ എന്തൊരു വിധേയത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഇതൊരു പുതുമയുള്ള കാര്യമല്ല. എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാകുന്ന വർഷങ്ങളുടെ കണക്കടക്കം പറയുകയാണ്. 2019 744 പേർ, 2020 1889 പേർ, 2023 617 പേർ, 2024 1368 പേർ, 2025 104 പേർ. ഇങ്ങനെ കണക്കുണ്ട്. ഇങ്ങനെ പറഞ്ഞയക്കാറുണ്ട്. എല്ലാ കാലത്തും പറഞ്ഞയക്കുന്നത് ഈ തരത്തിൽ ചങ്ങലക്കിട്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ വാർത്ത പറയണ്ടേ. ചങ്ങലക്കിട്ടിട്ടല്ല. മാത്രമല്ല അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ ഇങ്ങനെ എന്താ പറയുക, കുറ്റവാളികളെ, കൊടും ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന പോലെയാണ്. ഗോണ്ടിനാമിലെ ജയിലുകൾ നമ്മൾ കാണാറുണ്ട്. ഗോണ്ടിനാമോ ജയിൽ തന്നെ മനുഷ്യാവകാശ വിരുദ്ധമാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് അമേരിക്കയുടെ ജയിലാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ജോലി തേടി പോയിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ തിരിച്ചയച്ചിരിക്കുന്നത്. അവരുടെ കൂടെ അവരുടെ ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ മുന്നിൽ അവർ എത്രത്തോളം അപമാനിതരായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വിദേശകാര്യമന്ത്രി പറയുകയാണ് സ്ത്രീകളെയും കുട്ടികൾക്കും ചങ്ങലയിട്ടിട്ടില്ല. ഒരു വലിയ കാര്യമായിട്ട് പറയുകയാണ്. മറ്റേത് അവരുടെ നയമാണത്രേ, അമേരിക്കയുടെ നയമാണത്രേ. അമേരിക്കയുടെ നയം അതാണെങ്കിൽ കൊളംബിയയിലെ പ്രസിഡന്റ് എങ്ങനെയാണ് അത് തടഞ്ഞത്? കൊളംബിയയിലേക്ക് ഇതുപോലെ അവിടെ വന്ന ഇമിഗ്രൻസ് തിരിച്ച് ഇതേപോലെ കൊണ്ടുപോയപ്പോൾ അവിടേക്ക് വിമാനം ഇറക്കാൻ അനുവദിച്ചില്ല. അമേരിക്കയുടെ സൈനിക വിമാനം ഇറക്കാൻ സമ്മതിച്ചില്ല. ഗുസ്താവോ പെട്രോ പിന്നീട് കീഴടങ്ങിയല്ല, സ്വന്തം ഇവിടുന്ന് വിടുകയാണ് ചെയ്തത്. ഇവിടുന്ന് വിമാനം കൊണ്ടുവരിക അല്ലല്ല, ഞാൻ വായിച്ചത് അങ്ങനെയാണ്. ഇവിടെ നിന്നും കൊളംബിയയുടെ വിമാനം അയക്കി ആളുകളെ കൊണ്ടുവരും. അപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് 25% നികുതി ചുമത്തിയപ്പോൾ വീണ്ടും ആ തീരുമാനം പിൻവലിച്ചു ഗുസ്താവോ പെട്രോ. ഇപ്പോൾ US ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട് ബൊഗോട്ടയിൽ. ഞാൻ ചോദിക്കുന്നത് പ്രതികരണശേഷി എന്നൊരു കാര്യമുണ്ട്. പ്രതികരണശേഷി എന്നൊരു കാര്യമുണ്ട്. പ്രതികരിച്ചു, എതിർപ്പുയർത്തി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുള്ള എന്നുള്ളതാണ്. ഇന്ന് പോലും പാർലമെന്റ് ന്യായീകരിക്കണം. അതൊരു സാധാരണ കാര്യമാണെന്ന് എങ്ങനെ പറയും? ഇന്ത്യയുടെ ജനങ്ങളുടെ മുഖത്ത് നോക്കണ്ടേ? ഇതാണോ നയം? നമ്മളിപ്പോൾ ഈ അമേരിക്ക നമ്മളെ ഇങ്ങനെ കൂട്ടുകാരായി കൊണ്ട് നടക്കുകയാണ്, തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി അങ്ങോട്ടേക്ക് സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ള വാർത്ത മുമ്പ് വന്നിട്ടുള്ളതാണ്. ഉണ്ട്. അപ്പോൾ എല്ലാം നേരത്തെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തിരുന്നതാണ്. ദ വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റുക, അവിടെ പോയി ഒന്ന് കയറിപ്പറ്റുക, അവരുടെ കൂടെ ആണെന്നൊന്ന് കാണിക്കുക. ഇതാരെ കാണിക്കാനാണ്? ഇന്ത്യയുടെ അഭിമാനം. ഇതിപ്പോൾ UPA ഭരിക്കുന്ന കാലത്താണ് ചങ്ങലക്കിട്ട ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ BJPയുടെ പ്രതികരണം? രാജ്യത്തിന് അഭിമാനം തകർന്നു എന്ന് പറയില്ലേ? രാജ്യസ്നേഹം പൊട്ടിപ്പുറപ്പെടില്ലേ? എവിടെയൊക്കെ അനാവശ്യമായ സ്ഥലങ്ങളിൽ ഈ രാജ്യസ്നേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട സമയത്ത് അന്തസ്സ് കെടുന്ന രീതിയിൽ ഓച്ഛാനിച്ച് നിന്നുകൊണ്ട് വിധേയത്വം കാണിച്ചുകൊണ്ട് ശരി യജമാന എന്ന ഭാവത്തിലാണ് ഇവിടെ രാജ്യത്തെ പ്രധാനമന്ത്രി നിൽക്കുന്നത്, വിദേശകാര്യമന്ത്രി നിൽക്കുന്നത്. നമുക്കിനി അടുത്ത് വരാൻ പോകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവ ചുമത്തലാണ്. അടുത്ത നടപടിയിലേക്ക് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അടുത്ത ആഴ്ച ഈ അപമാനമൊക്കെ കണ്ട ശേഷം അവിടെ പോയി കെട്ടിപ്പിടിക്കാനും കൊടുക്കാനും പോവുകയാണ് അടുത്ത ആഴ്ച. ഒരു പ്രതികരണമെങ്കിലും ഈ കാര്യത്തിൽ വേണ്ടേ? നമ്മുടെ ജനങ്ങളെ ഇങ്ങനെയല്ല തിരിച്ചയക്കേണ്ടത് എന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇന്ത്യ കാനഡ തർക്കത്തിൽ ഋഷി സുനക് എടുത്ത നിലപാട്, ബൈഡൻ എടുത്ത നിലപാട് എന്തായിരുന്നു? കാനഡയ്ക്ക് പോവായിരുന്നു, നമുക്കൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അമേരിക്കയുമായുള്ള ചങ്ങാത്തം? അമേരിക്കയുടെ UPA കാലത്തും ഉണ്ട് ആ ചങ്ങാത്തമൊക്കെ. പക്ഷെ അതിന് ഒരു അതിർവരമ്പിടുകയും നമ്മുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടാകണം ഏത് സഖ്യത്തിനും പോകേണ്ടത്. പക്ഷേ അതിന് നിൽക്കാതെ അപമാനത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. അമേരിക്ക നമ്മളെ അപമാനിച്ചുള്ള വീഡിയോ ഇട്ടിട്ട്, നമ്മളെ അപമാനിക്കുന്ന വാചകങ്ങൾ എടുത്തിട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ അമേരിക്കൻ വംശീയ വലതുപക്ഷ ഹാൻഡിലുകളൊക്കെ പുറത്തയക്കുന്ന ഇന്ത്യക്കാരെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്നില്ലേ? അവിടെ അങ്ങനെയല്ലാത്ത ഇന്ത്യക്കാരും വസിക്കുന്നുണ്ട്. അവർക്ക് കൂടി അപമാനമാകുന്ന രീതിയിലാണ്. അവിടെ ട്രംപിനെ പിന്തുണച്ച കുറേ ഇന്ത്യക്കാരുണ്ട്, ട്രംപ് ആരാധകരായ ഇന്ത്യക്കാരുണ്ട്. അവരെ കൂടി നിങ്ങളെ ഈ വോട്ട് ചെയ്യുന്ന സമയത്തേ വേണ്ടൂ, ഇനി വേണ്ട എന്ന മട്ടിൽ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിൽ വലതുപക്ഷ ഹാൻഡിലുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം. ഒരു അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളിയെപ്പോലെ ഇന്ത്യയിലെ ഒരു പൗരനെ അല്ലെങ്കിൽ പൗരന്മാരെ കയ്യാമം വെച്ച് അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ ഇന്ത്യൻ മണ്ണിൽ കൊണ്ടിറക്കിയത് ചരിത്രത്തിൽ ഇത് ആദ്യമാണ്. ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പിന്തുടർന്നു വരുന്ന സോവറിറ്റി, പരമാധികാരം എന്നുള്ളതിനുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇത് തീർച്ചയായും ഗൗരവമേറിയ വിഷയമാണ്, നമുക്ക് ലഘൂകരിച്ച് കാണാനേ കഴിയില്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എങ്ങനെയായിരുന്നു ഈ വയലേഷൻ എന്നുള്ളത്? ഇവിടെ നിന്ന് പോകുന്നത് തന്നെ ഒരു വയലേഷനാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഡങ്കി റൂട്ട് എന്നാണ് പഞ്ചാബിൽ ഈ ഇന്ത്യയിൽ നിന്ന്
ഇങ്ങനെ ഇല്ലീഗലായിട്ട് കുടിയേറുന്ന ആളുകൾ പോകുന്ന റൂട്ടിനെ പറയുന്നത്. നമുക്കൊരു മലയാള സിനിമയില്ലേ, നമുക്കുണ്ട് CA ഫ്രം കോമറേഡ് CA അല്ലേ, ദുൽഖർ സൽമാൻ സൽമാന്റെ സിനിമ. അതിൽ ആ റൂട്ട് കാണിക്കുന്നു. ഈ 104 പേരിൽ ഒരു യാത്രക്കാരി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്നും അവിടെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നും. അതിൽ തന്നെ ആ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എത്രത്തോളമുണ്ട്, മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ വയലേഷൻ. ഓർമ്മിക്കണം, ലോകത്തെ മനുഷ്യാവകാശത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് നമ്മൾ കരുതുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഴുതിയ എലനോർ റൂസ്വെൽറ്റിൻ്റെ രാജ്യമാണ് ഇന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് അവരുടെ മിലിറ്ററി ഫ്ലൈറ്റിൽ, പ്രതിരോധ വിമാനത്തിൽ കയറ്റി അയക്കുന്നത്. ഇന്ന് ലവ്പ്രീത് ഗൗർ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്ന് ഈ തിരിച്ചയക്കപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരിൽ ഒരു വനിത കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവരും അവരുടെ 10 വയസ്സുള്ള മകനും പഞ്ചാബിൽ നിന്ന് 1 കോടി രൂപ ഏജൻറ്റുമാർക്ക് കൊടുത്താണ് അമേരിക്കയിലേക്ക് കുടിയേറാൻ പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഈ ഡങ്കി റൂട്ട് വഴി. എങ്ങനെയാണ് ഡങ്കി റൂട്ട്? അവർ അമൃത്സറിൽ നിന്ന് ഡൽഹിയിൽ പോകുന്നു, ഡൽഹിയിൽ നിന്ന് പിന്നെ കൊളംബിയയിലേക്ക് പോകുന്നു, കൊളംബിയയിൽ നിന്ന് അവിടെ 2 ആഴ്ച താമസിച്ചതിന് ശേഷം എൽ സാൽവദോറിലേക്ക് പോകുന്നു, എൽ സാൽവദോറിൽ പോയതിന് ശേഷം അവിടെ മണിക്കൂറുകൾ നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നും പിന്നീട് ഗ്വാട്ടിമാലയിലേക്ക് പോകുന്നു, അവിടെയും 2-3 ദിവസം താമസിക്കുന്നു. അതിനുശേഷം പിന്നീട് മെക്സിക്കോയിലേക്ക് പോകുന്നു. മെക്സിക്കോ ബോർഡറിലെത്തി 3 മണിക്കൂർ കാറിലല്ലാതെ കാൽനട യാത്രയായി കുട്ടിയെയും കൊണ്ട് വനത്തിനുള്ളിലൂടെയും മോശം ടെറയിലൂടെയും സഞ്ചരിച്ച് അതിർത്തി കടന്ന് US-ലെത്തുന്നു. US-ലെത്തുന്ന സമയത്ത് US-ൻ്റെ പിടിയിലാവുന്നു. പിടിയിലായിക്കഴിഞ്ഞ് ഇവരെ വളരെ ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. സ്ത്രീകളെ അടക്കം തടവിൽ വയ്ക്കുന്ന സമയത്ത് കയ്യാമം വെച്ചാണ് ഇട്ടിരുന്നത്. കുട്ടികളെ മാത്രമാണ് സ്വതന്ത്രരായി നടക്കാൻ അനുവദിച്ചിരുന്നത് എന്നാണ്. അതിനുശേഷം അവരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ തിരഞ്ഞെടുത്ത വിമാനം C-17. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിനൊരു രീതി ഉണ്ടായിരുന്നേ. അമേരിക്കയിൽ ആരാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻസിനെ കണ്ടെത്തുന്നത്? ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടെത്താൻ അമേരിക്കയിൽ ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേര് ICE എന്നാണ്, ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്. ഈ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഈ ഡിപ്പോർട്ട് ചെയ്യേണ്ട ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സാധാരണ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിലാണ് അയക്കുന്നത്. ആ കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ യഥാർത്ഥ പാസഞ്ചർ എന്ന നിലയിൽ അവരെ ട്രീറ്റ് ചെയ്ത് അയക്കുന്നു. പക്ഷേ ഇത്തവണ നോക്കൂ, ഡൊണാൾഡ് ട്രംപ് എത്തി ജനുവരി 24-ാം തീയതി ഡിപ്പോർട്ടേഷൻ ത്രൂ ഡിഫൻസ് ഫ്ലൈറ്റ് എന്ന് പറയുകയാണ്. ഞാനൊരു കണക്ക് പരിശോധിച്ചു ഉണ്ണി ബാലകൃഷ്ണൻ, ഞെട്ടിപ്പിക്കുന്നതാണ് കണക്ക്. അമേരിക്കയ്ക്ക് എന്ത് നഷ്ടമാണെന്നറിയാമോ ഇത്? കാരണം ഈ ICE സാധാരണ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ ഒരു വിദേശ പൗരനെ, അനധികൃത കുടിയേറ്റക്കാരനെ ഒരാളെ ഗ്വാട്ടിമാലയിലേക്ക് എത്തിക്കാൻ, തൊട്ടടുത്തുള്ള ഗ്വാട്ടിമാലയിലേക്ക് എത്തിക്കാൻ $883 വേണ്ടി വരുന്നത് സാധാരണ പാസഞ്ചർ ഫ്ലൈറ്റിൽ ഒരു യാത്രക്കാരന്. എന്നാൽ ഗ്വാട്ടിമാലയിലേക്ക് ഒരേ പാസഞ്ചറിനെ അതേ സ്ഥലത്തേക്ക് ഈ US പ്രതിരോധ വിമാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ചിലവാകുന്നത് $4625. 5 മടങ്ങ് ചിലവ് അധികം കൊടുത്ത് US-ന്റെ ഈ പ്രതിരോധ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന്റെ യുക്തി എന്തായിരിക്കും? ആ യുക്തിയാണ് ഇതിന്റെ politics. ശരിക്കും പറഞ്ഞാൽ ചില്ലിംഗ് എഫക്റ്റ് കൊടുക്കുകയാണ്. ആ ചില്ലിംഗ് എഫക്റ്റ് എന്നുള്ളത് ഒരേ സമയം രാജ്യത്തിന് പുറത്ത്, തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലേ ഉള്ളൂ കേട്ടോ, എല്ലാ രാജ്യങ്ങളിലേക്കും ഹോണ്ടുറാസിന്റെ പ്രത്യേകത എന്താ? ഹോണ്ടുറാസ് ഒരു ഇടതുപക്ഷ രാജ്യമാണ്. ഇപ്പോൾ അവിടെ ലെഫ്റ്റ് ഗവൺമെന്റ് ആണ്. ചിലി, ഇപ്പോൾ പെറു, അവിടെ പിങ്ക് ടൈഡിന്റെ ഭാഗമായിട്ട് വന്നൊരു രാജ്യമാണ്. കൊളംബിയ മറ്റൊരു രാജ്യം, അതേപോലെ ഇക്വഡോർ മറ്റൊരു രാജ്യം. ഈ പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും, ഹോണ്ടുറാസ് ആണെങ്കിലും ഇക്വഡോർ ആണെങ്കിലും പെറു ആണെങ്കിലും ഗ്വാട്ടിമാല ആണെങ്കിലും ഈ രാജ്യങ്ങൾക്കെല്ലാം, കൊളംബിയ ആണെങ്കിലും ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനുള്ള ഭരണാധികാരികൾ ഇരിക്കുന്ന സ്റ്റേറ്റ് കൂടിയാണ്. അവിടെയാണ് പ്രതിരോധ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നത്. പല കാലഘട്ടങ്ങളിലും പ്രതിരോധ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്ന ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് ഇന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് കൊളംബിയൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. എന്താണ് കൊളംബിയൻ പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ്? കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്, ഒരു ക്രിമിനൽ എന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു പൗരനെയും ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ വിമാനത്തിൽ ഒരാളെയും ഇവിടെ ബൊഗോട്ടയിൽ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കൊളംബിയൻ പ്രസിഡന്റ് തൻ്റെ അടുത്തോടെ പറയുന്നു. പക്ഷേ അപ്പോൾ ഡൊണാൾഡ് ട്രംപ് മറ്റൊരു കാര്യം ചെയ്തു. 25% നികുതി തീരുവ കൊണ്ട് തിരിച്ചടിക്കുക മാത്രമല്ല, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ 50% തീരുവ ഉയർത്തുമെന്ന് ഭീഷണി ഉയർത്തുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഗുസ്താവോ പെട്രോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് പിന്നീട് അതിനെ കൺസീഡ് ചെയ്യുന്നു, അവസാന നിമിഷം കൺസീഡ് ചെയ്യുന്നു. പക്ഷേ കൺസീഡ് ചെയ്യുന്ന സമയത്തും ഗുസ്താവോ പെട്രോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എ മൈഗ്രന്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ദ ഡിഗ്നിറ്റി ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ്. ഇങ്ങനെ ഒരു വാചകം
നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, ദില്ലിയിൽ നിന്ന്, വിദേശകാര്യമന്ത്രിയിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒരു മെസ്സേജായി പോയിരുന്നെങ്കിൽ എന്തിനേറെ നമ്മുടെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ ജയശങ്കർ ഇങ്ങനൊരു വാചകം, എ മൈഗ്രന്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്ത ആഴ്ച പോവാണ്. അതാണ് വിധേയത്വം. അവിടെയാണ് അടുത്ത ആഴ്ച പ്രധാനമന്ത്രി പോവല്ലേ? അവിടെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇത്രയും നാണം കെട്ട ട്രീറ്റ്മെന്റിന് വിധേയമായി കഴിഞ്ഞ അമേരിക്കയുടെ മുൻപിൽ പോയി എന്ത് പറയാനാണ് പോകുന്നത്? ഞാനൊരു ചരിത്രം കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കാം. 1971 റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി, അന്ന് ഹെൻറി കിസിഞ്ചർ അമേരിക്കയുടെ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി. അന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നു, പാകിസ്ഥാനെ പിളർത്താൻ പോകുന്ന സമയത്ത് റിച്ചാർഡ് നിക്സൺ ഒരു ഭീഷണി ഉയർത്തി. എന്താണെന്നറിയാമോ? 7th ഫ്ലീറ്റിനെ ഇന്ത്യൻ ഓഷനിലേക്ക് അയക്കാൻ പോവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് 7ാം നാവികപ്പടയെ അയക്കുമെന്ന് റിച്ചാർഡ് നിക്സൺ ഹെൻറി കിസിഞ്ചറിന്റെ ദൂതനായിട്ട് അയച്ചു. ഹെൻറി കിസിഞ്ചറിനെ ഇന്ദിരാഗാന്ധി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, 7ാം കപ്പൽപ്പട വന്നാൽ അമേരിക്കയുടെ കപ്പൽപ്പട ഈ ഇന്ത്യൻ ഓഷൻ കൂടി കടന്നു പോകുന്നതൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ഉണ്ട്. ആ ഇന്ദിരാഗാന്ധി ഭരിച്ച രാജ്യത്താണ് ഇന്ന് ഒരു അമേരിക്കയുടെ പ്രതിരോധ വിമാനം C-17 എന്ന പ്രതിരോധ വിമാനം ഇന്ത്യയിലെ പൗരന്മാരെ കയ്യാമം വെച്ച് കാലിൽ കൂച്ചുവിലങ്ങിട്ട് ടോയ്ലറ്റിൽ പോലും പോകാൻ അനുവദിക്കാതെ അതിക്രൂരമായി നിന്ദ്യമാം വിധം മനുഷ്യാവകാശ ലംഘനം നടത്തി അമൃത്സറിലേക്ക് എത്തിച്ചതിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, സ്ത്രീകളെയും കുട്ടികളെയും കയ്യാമം വെച്ചില്ലല്ലോ എന്ന് പറയുന്നത് അത്യന്തം ഗതികേടാണ്, അത് നാണക്കേടാണ്. അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല, ഈ സൊവറിറ്റി എന്ന് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ കുതിര കയറാനുള്ള രാഷ്ട്രത്തിന്റെ അവകാശമല്ല. അത് പകരം രാജ്യത്തിനുള്ളിലും പുറത്തും ഇന്ത്യൻ പൗരന്മാർക്ക് പുറത്തുള്ള ഇന്ത്യൻ ജനതയോടുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ആ പൗരന്മാരെ സംരക്ഷിക്കാനാണല്ലേ നമ്മുടെ എംബസികൾ. അവിടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് അത് ട്രീറ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇത്രയും സൗഹൃദത്തിലുള്ളൊരു രാജ്യത്തെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട കുടിയേറ്റക്കാരെ എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചയക്കുന്നില്ല? ഏതെങ്കിലും ഒരു ഡിഫൻസ് വിമാനം യൂറോപ്യൻ യൂണിയനിലേക്ക് പോയി കാലുകുത്തുവോ? ഏതെങ്കിലും ബ്രിട്ടനിൽ പോയി കാലുകുത്തുവോ? ഫ്രാൻസിൽ പോയി കാലുകുത്തുവോ? ഇന്ത്യയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതൊരു ക്ലിയർ മെസ്സേജാണ്. ആ മെസ്സേജിന് നമ്മൾ കീഴടങ്ങുന്നു എന്നുള്ളത് അത്യന്തം ഗതികേടുമാണ്. നോക്കൂ, നേരത്തെ ഒരു കണക്ക് ഇവിടെ പറഞ്ഞു, 7.5 ലക്ഷമാണ് ഇന്ത്യൻ അനധികൃത 7.25 ലാക്സ്. മൊത്തം 27 ലക്ഷമാണ് ഇന്ത്യയിലെ അവിടുത്തെ ഡിയാസ്പോറ എന്ന് പറയുന്നത് അമേരിക്കൻ മണ്ണിൽ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മെക്സിക്കോയിൽ നിന്നാണ്. 40 ലക്ഷത്തോളം അനധികൃത പ്യൂർ റിസർച്ച് പറയുന്നത് 7.25 ലക്ഷം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്രയും അധികം ആളുകളെ മിലിറ്ററി വിമാനത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെ കൃത്യമായി പറയാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു രാഷ്ട്രത്തിന്റെ പൗരന്മാരുടെ മനുഷ്യാവകാശ ലംഘനമാണ്. ഈ C-17 വിമാനത്തിന് പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായത്, ഈ വിമാനത്തിന് മറ്റ് വിമാനങ്ങളെക്കാൾ കൂടുതൽ കൂളിംഗ് ആയിരിക്കും. ഡിഫൻസ് വിമാനങ്ങൾക്ക് 40 മണിക്കൂറാണ്. എവിടെ പോയത്? ജർമ്മനി പോയി റീഫ്യൂവൽ ചെയ്തതിന് ശേഷം നമ്മളെങ്ങനെ ഇവിടെ സാധാരണ പാസഞ്ചർ വിമാനം എങ്ങനെയാണ് ഇപ്പം സിംഗിൾ റൂട്ടൊക്കെ പോകുന്നത്? 13 മണിക്കൂർ കൊണ്ടും 14 മണിക്കൂർ കൊണ്ടും അമേരിക്കയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ടെക്സസിലേക്കാണെങ്കിൽ 17 മണിക്കൂർ മതി നമുക്ക് കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ. ഇവിടെ 40 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നത് പല റീഫ്യൂവൽ സ്റ്റേഷൻ യൂറോപ്പിൽ അടക്കം 14 മണിക്കൂർ. നമുക്കൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇല്ലേ? ആ എയർ ഇന്ത്യ ഫ്ലൈറ്റ് അയച്ചിരുന്നെങ്കിൽ ഈ 104 പേരെ എത്ര ഡിഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാമായിരുന്നു. ഫ്ലൈറ്റ് ഇപ്പോൾ ഇല്ല. അത് ടാറ്റയുടെ കയ്യിലാണെങ്കിൽ പോലും ഇത് നമുക്ക് അയക്കാമായിരുന്നില്ലേ? എന്തിന് കൊളംബിയ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകം പറയാമായിരുന്നില്ലേ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? മോദിയുടെ കാലത്താണ് ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ യുഎസിന്റെ യുദ്ധക്കപ്പൽ പ്രവേശിച്ചത് മോദിയുടെ കാലത്താണ്. പിന്നെ ട്രംപിനെ സംബന്ധിച്ച് മനുഷ്യാവകാശം എന്നുള്ളത് വിഷയമല്ല. മനുഷ്യാവകാശം എന്നുള്ളത് അനാവശ്യമായ കാര്യമാണ്. UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് പിന്മാറിയത് അവിടെയാണ്. നോക്കൂ, ഒരേ രാജ്യം മനുഷ്യാവകാശത്തെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാട്. ഞാനത് പറഞ്ഞു, എലനോർ റൂസ്വെൽറ്റ് ലോകത്തിന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രമാണം എഴുതിയ വനിതയാണ് എലനോർ റൂസ്വെൽറ്റ്. UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതേ രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപാണ് ഇന്ന് നേരെ ടേൺ ചെയ്യുന്നത്. അത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഹനിക്കുന്നു എന്ന് പറയുന്നത് ചെറുതല്ല. സാധാരണ പറയാറുണ്ട്, ലാറ്റിൻ അമേരിക്കയിലൊക്കെ അമേരിക്കയ്ക്ക് മൂക്ക് ചീറ്റുമ്പോൾ ലാറ്റിൻ അമേരിക്കയ്ക്ക് പനി പിടിക്കും എന്നൊരു പ്രയോഗമുണ്ട്. വെൻ US sneeze, ലാറ്റിൻ അമേരിക്ക ഗെറ്റ്സ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ന് ഡൊണാൾഡ് ട്രംപ് അവിടെ ചീറ്റുമ്പോൾ ഇന്ത്യ പനിക്കിടക്കയിൽ വിറച്ചിരിക്കുന്നു എന്ന നിലപാടിലേക്ക് മാറരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഇന്ത്യൻ പൗരന്റെ അന്തസ്സിനെ കെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും ശരിയായിരുന്നില്ല. ആ അർത്ഥത്തിൽ നയതന്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ ഇന്ത്യൻ സ്റ്റേറ്റിന് കൂടുതൽ കഴിയണമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്ക ഇന്ത്യയെ അപമാനിച്ചു എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് നയതന്ത്രപരമായി വിദേശകാര്യ മന്ത്രി ആ അർത്ഥത്തിലാണ് ഇന്ന് പാർലമെന്റിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും
അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മനുഷ്യാവകാശ ലംഘനം, ഇന്ത്യ എന്ന രാജ്യത്തിന് പരമാധികാരത്തിൻ്റെ ലംഘനം, വിദേശകാര്യ ബന്ധങ്ങളിൽ നയതന്ത്ര ബന്ധം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ ദുർബലമായ ഒരു രാജ്യം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെടുന്നു, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെടാൻ ഇടയാക്കി എന്ന് തന്നെയാണ് എൻ്റെയും ആന്റോ. അമേരിക്ക ഇന്ന് ഇന്ത്യയോട് ചെയ്തതെന്ന് പറയുന്നത് കടുത്ത അനീതിയാണ്. കാരണം ഒറ്റ സുഹൃത്തിനെ വിശ്വാസവഞ്ചന നടത്തുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്. കാരണം അത്രയധികം മോശമായ രീതിയിൽ കയ്യിലും കാലിലും വിലം കിട്ട് 40 മണിക്ക് വിമാനത്തിൻ്റെ ഉള്ളിലിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയോട് ചെയ്ത് ഇത്രയും വലിയ അനീതി ഒരിക്കലും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അമേരിക്കയുടെ യുദ്ധവിമാനം ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാണ് അതിൽ ഏറ്റവും വലിയ എന്താ അമേരിക്ക ചെയ്തതിനേക്കാൾ വലിയ കാര്യം ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് സിവിലിയൻ എയർപോർട്ടിൽ. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്തിനാണ് ഒരു അമേരിക്കൻ യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങേണ്ട കാര്യം ഇരിക്കുന്നത്? വേറെ ഏതെങ്കിലും ഇനി പറയുമ്പോൾ കോൺഗ്രസ് നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഭരണകാലത്തോ ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കില്ല. കാരണം അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങുക എന്ന് പറയുക അത്ര 40 മണിക്കൂർ യാത്ര ചെയ്തിട്ട് കാരണം ഇവിടുന്ന് എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് അങ്ങോട്ട് 14 മണിക്കൂറിൽ നിന്നും ഡൽഹിയിൽ നിന്നും ചിക്കാഗോ വരെ പോയിട്ടുള്ളതാണ് ഞാൻ. കാരണം വെറും 14 മണിക്കൂർ കൊണ്ട് പോകുന്നു. എയർ ഇന്ത്യൻ്റെ എത്ര ഫ്ലൈറ്റുകൾ, ഇന്ത്യയിൽ നിന്ന് എത്ര ഫ്ലൈറ്റുകൾ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്, അവിടെ എത്ര ഫ്ലൈറ്റുകൾ തിരിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ അവരുടെ പരമാധികാരം ഏറ്റെടുത്തിട്ടിരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരവാദിയാണ്. അവർ എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളതിന് അമേരിക്ക പറയുന്ന പോലെ തന്നെ ഇന്ത്യ ഉത്തരവാദിയല്ലേ. എന്തുകൊണ്ട് ഇവിടുന്ന് ഒരു മൈഗ്രേഷൻ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറയാമല്ലോ. ഇപ്പോൾ എന്താണ് ഇപ്പം മെക്സിക്കൻ അതിർത്തി വഴിയാണ് ഇന്ത്യക്കാർ കൂടുതലും അങ്ങോട്ട് കിടക്കുന്നതെന്നാണല്ലോ പറയുന്നത്. അമേരിക്ക എപ്പോഴും അവർ പറയുന്നത് മെക്സിക്കൻ അതിർത്തിയിൽ പിന്നെ എന്താണ് മതിൽ പണിയും. ആ മതിൽ പണി നമ്മൾ ഇന്ത്യ പാകിസ്ഥാനും യുദ്ധം പറയുന്നത് പോലെയാണ്. മെക്സിക്കൻ അതിർത്തിയിൽ എപ്പോഴും അധികാരം അവർ കടന്നുകയറ്റം നിർത്തുക എന്നാണ് അവരുടെ ഇലക്ഷനിലെയും പ്രധാനപ്പെട്ട സംസാരവും ശൈലിയും അങ്ങനെ തന്നെയാണ്. മെക്സിക്കൻ അതിർത്തി കഴിഞ്ഞാൽ ഉള്ളിൽ കയറുന്ന അവിടുന്ന് പിടിക്കപ്പെടുക. കാരണം 10% മാത്രമേ ഉള്ളിൽ പോകുന്നുള്ളൂ. ബാക്കി 90% ആൾക്കാരെയും പിടിച്ച് ജയിലിടുകയാണ്. എത്രയോ ഇന്ത്യൻസ് അവിടെ ജയിലിൽ കിടക്കുന്നുണ്ട്, കണക്കില്ലാത്തത്. ഇപ്പോൾ ഇവർ പറയുന്ന കണക്ക് മാത്രമാണ്. നമ്മളീ പറയുന്നത് ഹമാസിൻ്റെ പിടിയിൽ, മറ്റേ പിടിയിൽ, ജർമ്മനി അവിടെ ഇവിടെ എത്ര പേരാണ് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്നത് പറയുമ്പോൾ ഈ പറയുന്ന മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ എത്രയോ ഇന്ത്യൻസാണ് ജയിലിൽ കിടക്കുന്നത്. അവരെയെല്ലാം ഇതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടുന്ന് പുറത്തു വരാത്ത വാർത്തകളാണ്. അപ്പോഴാണ് നമ്മുടെ ഇവിടുന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഇപ്രാവശ്യം അത്ര സുഖം ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ അമേരിക്കയുടെ പോക്ക് നരേന്ദ്രമോദിക്ക് അമേരിക്കയിൽ അത്ര സുഖം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഐസ് ടീമാണ്. നേരത്തെ അരുൺ സാറ് പറഞ്ഞതുപോലെ ഐസ് ടീം വന്ന് ചെക്ക് ചെയ്യുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരു വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിൽ ചെന്നിട്ട് ID കാർഡ് ചോദിക്കും. നിങ്ങളുടെ ID കാർഡ്, വൈഫിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ ID കാർഡ്. അതിൽ ഒരാളുടെ ഉണ്ടാവില്ല. ചിലപ്പം ഒരാളുടെയും ആ ഹസ്ബൻഡിനെയും വൈഫിനെയും അപ്പോൾ ഡിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പിടിക്കുകയാണ് അങ്ങനെ. ഇപ്പം ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയിൽ യാചകരില്ല എന്നാണ് പറയുന്നത്. പണ്ട് യാചകരുണ്ടായിരുന്നു അവിടെ, അമേരിക്കയിൽ യാചകരുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് 100% പെർമിറ്റുള്ള അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റിസണായ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ റോഡിൽ കാണാനുള്ളൂ. ബാക്കിയുള്ളവരൊന്നും യാചകരെ കാണാനില്ല. കാരണം എല്ലാവരെയും പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ഫീല് അമേരിക്കയ്ക്ക് വരുത്താൻ പറ്റിയെന്നുള്ളതാണ്. അവർ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ മുഴുവൻ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്? ഈ പറയുന്നത് സ്പീഡ് ടിക്കറ്റ് ഓവർ സ്പീഡ് ഓടിച്ചവരും അതിൽ കൂടെ കിട്ടി 2, 3, 4 ആയി കഴിയുമ്പോൾ പിന്നെ അത് ക്രിമിനൽ കേസാവും. ക്രിമിനൽ കേസായവർ അങ്ങനെ വരുന്നു. വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് സമയം കഴിഞ്ഞിപ്പോൾ 10 വർഷത്തേക്ക് വിസിറ്റിംഗ് വിസ ഉണ്ടെങ്കിൽ 11ാമത്തെ വർഷം നിൽക്കുന്നവരുണ്ടാവും. അതെന്താ സാധാരണ ചെയ്യുക? അത് പിന്നെ ഇത് അസൈലം ഫയൽ ചെയ്യും. അസൈലം ഫയൽ ചെയ്യുക എന്നാണ് പറയുക. അസൈലം ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അവരെ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാനും അവർ പെർമനൻറ്റ് വിസയാക്കാൻ വേണ്ടി ഡോക്യുമെൻറ്റ് ഫയൽ ചെയ്യും. അങ്ങനെ അസൈലം ഫയൽ ചെയ്ത് അവരെ പെർമനൻറ്റ് ആൾക്കാരാക്കി മാറ്റും. അവർക്ക് മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്ത് ചെയ്യും? അവിടെ H1B വിസയുണ്ട്. H1B വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് പെർമിറ്റോടുകൂടി വർക്ക് ചെയ്യുന്ന വിസ. അതിനകത്ത് ഡിപ്പെൻഡൻറ്റിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് എന്താ ചെയ്യുക? ഡിപ്പെൻഡൻറ്റ് ഏതെങ്കിലും സ്ഥലത്ത് പോയി ക്യാഷിന് വർക്ക് ചെയ്യും. ചിലപ്പോൾ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോട്ടലുകളിലും പാത്രം കഴുകാനും ഒക്കെ എന്നിട്ട് ക്യാഷിന് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരെ സെർച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഐസ് ടീം കയറി സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരിലോ ഡോക്യുമെൻ്റ് ഉണ്ടാവില്ല. അവർ അങ്ങനെ പിടിക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സംവിധാനങ്ങൾക്ക് ഈ ഐസ് ടീം വളരെ കുറച്ച് മാത്രമേ വർക്ക് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ അമേരിക്കയിൽ. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഐസ് ടീം കയറുകയാണ്. ഐസ് ടീം കയറുക എന്ന് പറയുന്നത് നമ്മുടെ NIA റെയ്ഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ കൊച്ചിയിൽ മലപ്പുറത്ത് NIA റെയ്ഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് വളരെ തീവ്രവാദപരമായ സംവിധാനത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു റെയ്ഡാണ് നമ്മുടെ നാട്ടിൽ NIA വരിക എന്ന് പറയും. ഒരു വീട്ടിൽ NIA കയറുക എന്ന് പറഞ്ഞാൽ എത്ര വലുതായിട്ട് നമ്മൾ അതിനെ കാണാം. അപ്പോൾ അതിനെപ്പോലെ ഒരു സംവിധാനത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഈ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെൻ്റ് ഇവർ ഐസ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കയറുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുണ്ടാവും ഇന്ത്യൻസിന് അവിടെ വളരെ ടെൻഷനായി. അത് മാത്രമല്ല അവരിപ്പോൾ മാക്സിമം നോക്കുന്ന ടാക്സ് കളക്ട് ചെയ്യാനാണ്.
എന്താണ് ഇപ്പം ക്യാഷായിട്ട് ഇപ്പം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഈ പറയുന്ന അസൈലം ഫയൽ ചെയ്താൽ ടിൻ നമ്പർ കിട്ടും, ടിൻ നമ്പറാണ്. അപ്പം അതിലാണ് ടാക്സ് അടയ്ക്കുക. അപ്പോൾ ആ ടാക്സ് അടയ്ക്കാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ടാക്സ് അടപ്പിക്കുക മാക്സിമം. അപ്പം ലീഗലാക്കുക, എല്ലാ കാര്യങ്ങളെയും ലീഗലാക്കുക. അപ്പോൾ ശമ്പളം ടാക്സായിട്ട് പിന്നെ കളക്ട് ചെയ്യാൻ പാടില്ല. ഇന്ത്യയിൽ നമ്മൾ പണിയെടുക്കുന്നവർ, ഇപ്പം നമ്മൾ ബംഗാളിൽ നിന്നൊക്കെ വന്ന് പണിയെടുക്കുന്നവർക്ക് ക്യാഷായിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ടാക്സ് ക്യാഷായിട്ട് കളക്ട് ചെയ്യുന്നവരുണ്ട്. അവർ ടാക്സ് ഫയൽ ചെയ്യും. അപ്പോൾ അവർ അങ്ങനെ ടാക്സ് ഫയൽ ചെയ്യാത്തവരെ പിടിക്കുക. അവർ പിടിക്കുമ്പോൾ ആ ഫാമിലീനെ അങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുക. അങ്ങനെ 20,000-ത്തിലധികം ആൾക്കാരെയാണ് ഇപ്പോൾ ഇവർ പിടിച്ചു വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അത് മാത്രം എന്താണ്, അപ്പോൾ അതിന് കിട്ടുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ അമേരിക്കൻ മിലിറ്ററീൻ്റെ വിമാനം ഇന്ത്യയിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യനെ ഒന്നും വലിയ പേടിയില്ല എന്ന് അവിടെയുള്ള ജനങ്ങളെ കാണിക്കലാണ്. ഇന്ത്യക്കാരെ ഇന്ത്യയിൽ പഠിപ്പിക്കാനല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വലിയ കളിയൊന്നും കളിക്കണ്ട, നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഓൾറെഡി അമേരിക്കൻ യുദ്ധവിമാനം വിട്ടിട്ടുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ അമേരിക്ക ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യൻസിനെ പഠിപ്പിക്കുക. ഈ അമേരിക്കയിൽ നിങ്ങളെന്താണ്, നിങ്ങളൊരു അന്യഗ്രഹ ജീവിയാണ്, നിങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലിയൻസ് ആണ്, നിങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പാദങ്ങളൊക്കെ തട്ടി കഴുകി പണ്ട് ഇന്ത്യ ബ്രിട്ടീഷ് ഭരിച്ച പോലെ നിങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ച് നടന്നോളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഞങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ ഓൾറെഡി അമേരിക്കയിൽ നിന്നുള്ള യുദ്ധവിമാനം ഇന്ത്യയിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അത് എത്ര മണിക്കൂറാണ്, 40 മണിക്കൂറും കയ്യിലും കാലിലും പിന്നെ വിലങ്ങിട്ടിട്ട് ഉള്ളിലിട്ട് ഞങ്ങൾക്ക് പോകേണ്ട വഴി കൂടി ഒക്കെ പോയിട്ട് ഈ -6 ഡിഗ്രി തണുപ്പ് എന്ന് പറയുന്നത്, 6 ഡിഗ്രി തണുപ്പിൽ 40 മണിക്കൂർ ഇട്ടിട്ട് ഇവിടെ കൊടുക്കും. അപ്പം ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞ എന്താ അറിയോ, ഈ 6 ഡിഗ്രിയിൽ ഈ അമേരിക്കൻ പട്ടാളം ഇരിക്കണമല്ലോ, അവർക്ക് വേറെ സംവിധാനമില്ല, സെക്യൂരിറ്റി ഉണ്ടാവും. എങ്കിൽ ഞാൻ പറയാം, അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇവിടെ കിടന്നോളൂ എന്നിട്ട് അങ്ങനെ അധികം ഇത്രയും മനുഷ്യാവകാശം, ഒരു സ്ഥലത്ത് മനുഷ്യാവകാശം പറയുക, അതേ രാജ്യം തന്നെ അടുത്ത സ്ഥലത്ത് മനുഷ്യാവകാശ ലംഘനം, ശിക്ഷ നടപ്പാക്കുക, ഒരു അക്ഷരം ഫ്ലൈറ്റിൽ ശിക്ഷ നടപ്പാക്കി. ഉണ്ണി സാർ, അതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ശിക്ഷയൊക്കെ ഇവർ നടപ്പിലാക്കുന്നുണ്ട്, നമ്മളറിയാത്തതാണ്. ഞാൻ പറയുന്നത് അവിടെ ഈ മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് പിടിച്ച് ജയിലിൽ കിടക്കുന്നവരെയൊക്കെ ഹമാസ് തീവ്രവാദ സംഘടനകൾ നടപ്പിലാക്കാത്ത, IS തീവ്രവാദ സംഘടന പോലും നടപ്പിലാക്കാത്ത രീതിയിൽ ശിക്ഷിച്ച് തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഒഴിവാക്കി വിട്ടു എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ, ബാക്കിയുള്ളവരെല്ലാം കൂച്ചു വിലങ്ങിട്ട് മൂലിക്കിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഓൾറെഡി അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അത് മാത്രമല്ലല്ലോ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഇമിഗ്രേഷൻ വിസ തീർന്ന ആൾക്കാർ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം 10 വർഷത്തേക്ക് എനിക്ക് വിസയുണ്ട്, B1 B2 വിസയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ 10 വർഷം വിസയുണ്ട്. വിസ തീർന്ന് അവരെ നിൽക്കുന്നതിന് കാരണം എന്താ, ഈ അവരെ വിചാരം ഈ അസൈലം ഫയൽ ചെയ്ത് എന്നെ അവിടെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടി, അവിടെ വർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവർ വിചാരിക്കുന്നത് എങ്ങനെയാണ്, അത് കുറച്ച് ദിവസം കിട്ടും, അങ്ങനെയാണല്ലോ അമേരിക്ക കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നവരെ മുഴുവൻ തീവ്രവാദികളെ കാണുകയാണ്. അത് ഇന്ത്യൻ പൗരന്മാരെ കാണുന്നതാണ്. അത് മാത്രമല്ല, ഈ ഹമാസ് സപ്പോർട്ട് ചെയ്ത കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതും കൂടുതലും ഈ മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണ് അങ്ങനെയുള്ള അവർ ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സമരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുണ്ട്. അവരെയൊക്കെ കോളേജുകളിൽ നിന്ന് പുറത്താക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്, സ്കൂളുകളിലും കോളേജുകൾക്കും അങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അവരെ പുറത്താക്കുന്നവരെന്ത് ചെയ്യും, അവരെ പുറത്താക്കുന്നത് തീവ്രവാദികളായിട്ട് കണക്കാക്കിയാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഒരക്ഷരം ഇന്ത്യ മിണ്ടിയിട്ടില്ല എന്നുള്ളത്. ഏത് ലോകത്തിലെ ചെറിയ രാജ്യങ്ങൾ വരെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ പ്രതികരിക്കുകയാണ്. ഇപ്പോഴും ഇന്ത്യ ഒരു അക്ഷരം മിണ്ടില്ല. അപ്പം ഞാൻ ഉദാഹരണം പറയും, ഇപ്പോൾ ഇറക്കുമതി തീരുവ ഇന്ത്യക്ക് ചുമത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയൊരു ഭവ്യത ഇവിടുന്ന് കാണിച്ചു കൊടുത്തു. എന്താ അറിയോ, നമ്മൾ ഹാർലി ഡേവിഡ്സന്റെ പൈസ കുറച്ച് കൊടുത്തു. അവർ പറയുന്നതിന് മുന്നേ ഇവിടെ കുറച്ചു. ഞാൻ 25% കൂട്ടു എന്ന് പറയുന്നതിന് മുൻപ് ഹാർലി ഡേവിഡ്സൺ, കാരണം ട്രംപ് ഇവിടെ വന്ന് ആവശ്യപ്പെട്ട എന്താ, ഇന്ത്യയിൽ വന്ന് ട്രംപ് ഇലക്ഷന് മുമ്പ് ആവശ്യപ്പെട്ട എന്താ, നിങ്ങൾ ഹാർലി ഡേവിഡ്സന്റെ പിന്നെ ടാക്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞേ അല്ലേ. മാത്രമല്ല, മെക്സിക്കോയെ കണ്ണുരുട്ടിയതേ ഉള്ളൂ, പേടിച്ചത് ഇന്ത്യ. ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഹാർലി ഡേവിഡ്സന്റെ ഹാർലി ഡേവിഡ്സൺ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് സൂചിപ്പിക്കാമെന്ന്. അതായത് വെച്ചാല് ഈ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അത് നമ്മൾ മറക്കരുത്. ഗുജറാത്ത് റയറ്റിന്റെ ഒരൊറ്റ കാര്യത്താൽ അമേരിക്കയിൽ പ്രവേശിപ്പിക്കില്ല നരേന്ദ്രമോദിയെ എന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക, ഭരണകൂടമാണ് അമേരിക്കൻ ഭരണകൂടം. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഇതുപോലെ തന്നെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഈ ഇന്ത്യൻ ഡയസ്പോറയുടെ ഒരു മീറ്റിങ്ങിലേക്ക് നരേന്ദ്രമോദിയെ വിളിക്കുന്നു. നരേന്ദ്രമോദിക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചർച്ചയാകുന്നു. അപ്പോൾ ഞങ്ങൾ അമേരിക്കൻ എംബസിൽ അമേരിക്കൻ അംബാസഡർ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞു. 2 മണിക്കാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി നിൽക്കുകയാണ്. ഞാൻ ഡെസ്കിൽ വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടോ വിസ കൊടുക്കും തന്നെ അടിച്ചു വെച്ചോ. കാരണം വെച്ചാൽ കേരളത്തിൽ പിന്നെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അമേരിക്ക ഒരിക്കലും അത് ഡിനേ ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ചു. കൃത്യമായിട്ട് വന്നിട്ട് അമേരിക്കൻ അംബാസഡർ ഒറ്റ വരിയിൽ പറഞ്ഞിട്ട് പോയി, മോദി വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു എൻറ്റർ അമേരിക്ക. ഒറ്റ വരി, മോദി വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു എൻറ്റർ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. അത് വിസ കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴാണ് നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിട്ടുള്ളത്. ആ അമേരിക്കയുടെ പ്രസിഡന്റ് ആട്ടോ ഏറ്റവും അടുത്ത ഞാൻ പറയും ഇന്നിപ്പോൾ അമേരിക്ക പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിരുന്നില്ലുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഹൈറ്റ് എവിടെയാണെന്ന് അറിയാം. 100% ലോകത്തിന്റെ നിറയിലായിരിക്കും. വിശ്വഗുരു എന്നുള്ളൊരു പ്രതിച്ഛായ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിയുക എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അമേരിക്ക അപമാനിച്ചോ എന്നാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്.